ഒരു ഗ്രാമത്തിലെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചറാണെങ്കിൽ അവിടുത്തെ തന്നെ ഒരു വലിയ മുതലാളിയുമായിട്ട് സിംഡിജാഗ് ക്ലാസ് വെക്കുന്നതിൻ്റെ പേരിൽ ഉടക്കുണ്ടാക്കുന്നു. അതിൻ്റെ പക വീട്ടാനായിട്ട് മുതലാളിയാണെങ്കിൽ അവളെ രാത്രി വന്ന് മാനഭംഗം ചെയ്യുന്നു. പിന്നീട് അവളാണെങ്കിൽ അവനെതിരെ എങ്ങനെയൊക്കെ പോരാടി എന്നറിയണ്ടേ. അങ്ങനെ നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ 2024 റിലീസ് ചെയ്ത അംബാജിപ്പേട്ട മാരേജ് ബ്രാൻഡ് എന്ന് പറയുന്ന സിനിമയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ സിനിമകളൊക്കെ നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ടിൻസ് ആയിട്ടുള്ള മല്ലിനെയും അവൻ്റെ ചേച്ചിയായിട്ടുള്ള പത്മേനെയാണ്. മല്ലിയാണെങ്കിൽ കല്യാണ വീട്ടിൽ കൂടെ ബാൻഡൊക്കെ കുട്ടി നടക്കുന്ന ജോലിയായിരുന്നു. അതേസമയം പത്മയാണെങ്കിൽ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. അവരുടെ രണ്ടുപേരെ അച്ഛനാണെങ്കിൽ ഒരു ബാർബർ ഷോപ്പൊക്കെ ഉണ്ട്. ഇവനാണെങ്കിൽ ഇടയ്ക്കൊക്കെ അവിടെ പോവുകയും ചെയ്യും. അത് കഴിഞ്ഞാണ് നമ്മളെ മല്ലിയുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള കാർത്തിക്കിനെ കാണിക്കുന്നത്. അവനാണെങ്കിൽ എവിടെയൊക്കെ പത്മയുടെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നീട് മല്ലിയും കാർത്തിയും കൂടെ ആണെങ്കിൽ ഒരു കല്യാണ സ്ഥലത്ത് ബാൻഡ് കൊട്ടാൻ വേണ്ടി പോകും. അങ്ങോട്ടാണ് ലക്ഷ്മി എന്ന് പറഞ്ഞൊരു പെണ്ണ് വരുന്നത്. ആ പെണ്ണിനെയായിരുന്നു ഇവനാണെങ്കിൽ ചെറുപ്പം തൊട്ടേ വൺ സൈഡായിട്ട് ലവ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടാണ് നമ്മളെ ആ നാട്ടിൽ തന്നെ ഏറ്റവും വലിയ മുതലാളിയായിട്ടുള്ളവനെ കാണിക്കുന്നത്. അവനായിരുന്നു ലക്ഷ്മിയുടെ ചേട്ടൻ. അതുപോലെ തന്നെ പത്മയായിരുന്നു നാട്ടിൽ തന്നെ നല്ലൊരു എഡ്യൂക്കേഷനൊക്കെ കിട്ടിയ പെണ്ണ്. മിക്കവർക്കും അവളോട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കിട്ടാതിരിക്കുന്നതിൻ്റെ ദേഷ്യമാണെങ്കിൽ ഭിത്തികളിലൊക്കെ അവളെപ്പറ്റി മോശമായിട്ട് വരച്ചൊക്കെ തീർത്തുകൊണ്ടിരിക്കുമായിരുന്നു. പത്മയോട് ഇഷ്ടമുണ്ടായിരുന്ന കാർത്തിക്കായിരുന്നു ആ പടങ്ങളൊക്കെ പെയിൻ്റ് അടിച്ച് മായ്ച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം മല്ലിയുടെ അച്ഛനാണെങ്കിൽ മല്ലിയോട് പറയും വലിയ മുതലാളിയുടെ വീട്ടിൽ പോയിട്ട് അവൻ്റെ മകന് മുടി വെട്ടി കൊടുക്കുക, കാരണം ഇവിടെ ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഇവനാണെങ്കിൽ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് ഇല്ലും. അവനാണെങ്കിൽ മല്ലിനെ കാണണമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. അവിടെ ചെന്ന് മുടി വെട്ടുന്ന സമയത്തല്ല ഇവനാണെങ്കിൽ നൈസായിട്ട് അവളെ വളച്ചുകൊണ്ടിരിക്കും. ഈ വലിയ മുതലാളിയാണെങ്കിൽ അവൻ ആവശ്യമുള്ള സിമൻറ്റ് ചാക്കുകളെല്ലാം കൊണ്ടുവെക്കുന്നത് പത്മ പഠിപ്പിക്കുന്ന ക്ലാസ്സിൻ്റെ അകത്തായിരുന്നു. ഇതാണെങ്കിൽ പിള്ളേർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ പത്മയാണെങ്കിൽ ഇടയ്ക്ക് ഉടക്കുണ്ടാക്കുകയും ആ സിമൻറ്റ് ചാക്കുകളെല്ലാം എടുത്ത് വെളി വെപ്പിക്കുകയും ചെയ്യും. വലിയ മുതലാളിക്ക് ശരിക്കും അവളോട് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവനാണെങ്കിൽ അവളോട് എവിടേക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഒന്നും അവളോട് പറയത്തില്ല. ഇത് കഴിയുമ്പോഴത്തേക്കിനുമാണ് വലിയ മുതലാളി അനിയനായിട്ടുള്ള ചെറിയ മുതലാളിയാണെങ്കിൽ ആ നാട്ടിൽ കൂടെ കടം കൊടുത്ത പൈസ എല്ലാം തിരിച്ചു മേടിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. അങ്ങനെ മല്ലിയുടെ ഒരു കൂട്ടുകാരനോട് പൈസ ചോദിച്ച് അവർ തമ്മിൽ ഉടക്കൊക്കെ ആവും. ആ തൽക്കാലമാണെങ്കിൽ മല്ലിയൊക്കെ വന്ന് ഇടപെട്ട് ആ പ്രശ്നം വിടുമ്പോഴത്തേക്കിനുമാണ് ചെറിയ മുതലാളിയാണെങ്കിൽ ഇവരെ കയറി തെറിയൊക്കെ പറയുന്നത്. ആ പേരിൽ അവരെല്ലാം കൂടെ അവിടെ ഇട്ട് അവനെയാണെങ്കിൽ മർദ്ദിക്കും. പിന്നീടാണ് ഇവൻ ഈ കാര്യം ചെന്ന് വലിയ മുതലാളിയോട് പറയുന്നത്. അവനെ ആരാ തല്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും മല്ലിയ എന്നറിയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ഇവൻ്റെ ഭാവമെല്ലാം മാറും. കാരണം ഇവൻ ഇഷ്ടപ്പെടുന്ന പത്മയുടെ അനിയനാണല്ലോ എന്നോർത്ത് തൽക്കാലം അവൻ അനിയനോട് പറയും, നീ എന്തെങ്കിലും മോശമായിട്ട് കാണിച്ചുകൊണ്ടായിരിക്കും അവരെല്ലാം കൂടെ തല്ലിയത്, അതുകൊണ്ട് ഇനി തൊട്ട് സൂക്ഷിച്ചൊക്കെ നടക്കാൻ. അത് കഴിഞ്ഞ് ലക്ഷ്മിയും കൂട്ടുകാരും കൂടെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് ലക്ഷ്മിയുടെ ഒരു കൂട്ടുകാരിക്ക് മല്ലിയോടൊരു ഇഷ്ടം തോന്നിയിട്ട് ഒരു ലവ് ലെറ്റർ കൊടുക്കാൻ ലക്ഷ്മിയുടെ കൊടുത്തു വിടുന്നത്. ഇവനവർക്ക് ലക്ഷ്മി ആ ലവ് ലെറ്റർ ഇരുന്നവർ സന്തോഷത്തോടു കൂടി മേടിക്കും. പിന്നീട് വായിച്ചു കഴിയുമ്പോഴത്തേക്കാണ് പിടി കിട്ടുന്നത് ലക്ഷ്മിയുടെ കൂട്ടുകാരിയാണെന്ന്. എന്നാൽ അവനാണെങ്കിൽ ചെറുപ്പം തൊട്ടേ അവളെ കണ്ടുകൊണ്ട് അനിയത്തിയെ പോലെയായിരുന്നു കാണുന്നത്. ആ കാര്യം ചെന്നാണെങ്കിൽ അവൻ അവളോട് പറയും അവളോട് ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല, ചെറുപ്പം തൊട്ടേ കാണുന്നതുകൊണ്ട് അനിയത്തിയായിട്ട് കാണുന്നതെന്ന് പറഞ്ഞ് തിരിച്ചൊരു ലെറ്റർ ലക്ഷ്മിക്ക് കൊടുക്കാൻ പറഞ്ഞു കൊടുക്കും. അതാണെങ്കിൽ ഇവൻ കൊടുത്ത ലവ് ലെറ്റർ ആയിരുന്നു ലക്ഷ്മിക്ക്. ലക്ഷ്മി ഇത് വായിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് അവൻ എഴുതിയേക്കുന്നതെന്ന് വെച്ചാൽ അവനോട് ഇവൾക്ക് തിരിച്ച് ഇഷ്ടമുണ്ടെങ്കിൽ ആ STD നമ്പറിലേക്ക് വിളിക്കണമായിരുന്നു. പിന്നീട് ലക്ഷ്മി ആണെങ്കിൽ കറക്റ്റ് സമയത്ത് അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി തുടങ്ങും. അന്നേരമാണ് ലക്ഷ്മിയുടെ ചേട്ടനായിട്ടുള്ള വലിയ മുതലാളി മല്ലിയുടെ അടുത്തേക്ക് വരുന്നത്. അവൻ മുടി വെട്ടാനാന്ന് പറഞ്ഞ് അകത്ത് കയറിയിരിക്കും. മല്ലിയുടെ അച്ഛൻ വെട്ടാൻ തുടങ്ങുമ്പോഴത്തേക്കിനും വേണ്ട, മല്ലി തന്നെ വെട്ടിയാൽ മതി എന്ന് പറഞ്ഞ് മല്ലിയെ കൊണ്ട് വെട്ടിക്കും. അവനാണെങ്കിൽ ശരിക്കും ദേഷ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവൻ്റെ കക്ഷം മുതൽ എല്ലാം അവനെ കൊണ്ട് പഠിപ്പിക്കും. എന്നിട്ട് പോകാൻ നേരത്ത് 30 രൂപ കൊടുത്തിട്ട് പറയും, കൂലിക്ക് വേല ചെയ്ത് നീയാണ് എൻ്റെ അനിയനെ തല്ലിയത്, ഇനിയെന്ന് അനിയന് നേരെ കൈപൊക്കി കഴിഞ്ഞാൽ ഇവൻ്റെ ജീവൻ പോലും വെച്ചേക്കത്തില്ലെന്ന്. അങ്ങനെ വലിയ മുതലാളി പോയി കഴിയുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ചെന്ന് ലക്ഷ്മിയുടെ കോൾ എടുക്കും. ലക്ഷ്മിക്കാണെങ്കിൽ നല്ല പേടിയുണ്ടായിരുന്നു ഇവരുടെ ഈ ലവ് സെറ്റാവുമെന്ന് തന്നെ. പക്ഷേ ഇവനൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ ലക്ഷ്മിയാണെങ്കിൽ പിറ്റേ ദിവസം ഈ സലൂണിലേക്ക് വരും. അങ്ങനെ പതിയെ അവിടെ വെച്ച് സംസാരിച്ച് അവർ തമ്മിൽ സെറ്റാവും. പിന്നെ ഇതാണെങ്കിൽ ഒരു ശീലമാവും. മിക്ക ദിവസം ഇവർ തമ്മിൽ മീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഒരിക്കലാണ് വലിയ മുതലാളിയാണെങ്കിൽ ടേബിളൊക്കെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ലക്ഷ്മിയാണെങ്കിൽ മല്ലിക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ച് വെച്ചിരിക്കുന്ന ഗ്രീറ്റിംഗ് കാർഡ് കാണുന്നത്. എന്നാൽ ഇവനാണെങ്കിൽ അത് വായിക്കാനൊക്കെയുള്ള വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് അത് ആർക്ക് കൊടുക്കാനത് മനസ്സിലാകത്തില്ലായിരുന്നു. അവൻ അതുപോലെ തന്നെ അതിൻ്റെ അത് തിരിച്ചു വെക്കും. പിറ്റേ ദിവസമാണെങ്കിൽ മല്ലിയുടെ പത്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. അവർ രണ്ടുപേരും കടയിലൊക്കെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്ത ശേഷം ഇവനാണെങ്കിൽ ബാൻഡിലേക്ക് ലഡ്ഡുവൊക്കെ മേടിച്ചുകൊണ്ട് വരും. ഇതേ സമയത്താണ് ലക്ഷ്മിയുടെ കൂട്ടുകാർ കൊണ്ടുവന്ന് ലക്ഷ്മി തന്നാന്ന് പറഞ്ഞ ഗ്രീറ്റിംഗ് കാർഡ് മല്ലിക്ക് കൊടുക്കുന്നത്. ഇവനത് കഴിഞ്ഞ് ബാൻഡിൻ്റെ അവിടെ ചെന്ന് ലഡ്ഡുവൊക്കെ കൊടുത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനുമാണ് വലിയ മുതലാളിയാണെങ്കിൽ ബാൻഡിൻ്റെ ഓണറോട് പൈസ മേടിക്കാൻ വേണ്ടി വരുന്നത്. ഇതേ സമയത്ത് മല്ലി അവന് ലഡ്ഡു കൊടുക്കാൻ നോക്കുമെങ്കിലും അവനാണെങ്കിൽ ഇവൻ്റെ ഒന്നും കയ്യിൽ നിന്ന് ലഡ്ഡു മേടിക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കും. അന്നേരമാണ് മല്ലിയുടെ കയ്യിലുള്ള ഗ്രീറ്റിംഗ് കാർഡ് കാണുന്നതും ഇതുപോലൊരു സാധനം ലക്ഷ്മിയുടെ കയ്യിലുണ്ടല്ലോ എന്ന് ഓർക്കുന്നതും. പിന്നീട് മല്ലിയാണെങ്കിൽ കൊഞ്ചിക്കൊഴിഞ്ഞ് ഫോൺ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കിനും ഇവൻ എവിടേക്ക് ഒരു സംശയം തോന്നും. അതുകൊണ്ട് തന്നെ ഇവൻ നേരെ ചെന്ന് വീട്ടിൽ പോയി അലമാരി തുറന്നു പോകുമ്പോഴത്തേക്കിനും ആ ഗ്രീറ്റിംഗ് കാർഡ് അവിടെ കാണത്തില്ല. പിന്നീട് അവനാണെങ്കിൽ ലാൻഡ് ഫോണിൽ ചെന്ന് റീഡയിൽ അടിക്കുമ്പോഴത്തേക്കിനും അതാണെങ്കിൽ മല്ലിക്ക് കോൾ പോകുന്നു. അങ്ങനെ ഇവന് പിടി കിട്ടും ലക്ഷ്മിയും മല്ലിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം. ഇതേ സമയത്ത് ചെറിയ മുതലാളിയാണെങ്കിൽ പത്മയുമായിട്ട് ഉടക്കുണ്ടാക്കുമായിരുന്നു. അവളാണെങ്കിൽ ആ സിമെൻ്റ് എല്ലാം എടുത്ത് വെളി വെച്ചുകൊണ്ട് അതെല്ലാം മഴയത്ത് നനഞ്ഞുപോയി. അതുകൊണ്ട് ഇപ്പോൾ തന്നെ തിരിച്ച് കയറ്റാൻ വേണ്ടി തുടങ്ങുവാന്ന്. ഈ സമയത്ത് ദേഷ്യം എന്ന പത്മയാണെങ്കിൽ ഇത് ഗവൺമെൻറ് സ്കൂളാണെന്ന് പറഞ്ഞ് അവൻ്റെ കയറി തല്ലും. ചെറിയ മുതലാളി ഈഗോനെയാണെങ്കിൽ ഇത് ശരിക്കും ബാധിച്ചിട്ടുണ്ടായിരുന്നു. അവൻ നേരെ ചെന്ന് അവൻ്റെ ചേട്ടനോട് ഇത് പറയും, ഇപ്പോൾ പത്മ തല്ലി, ഇന്നാളാണെങ്കിൽ മല്ലി തല്ലി, ഇനി ആ നാട്ടുകാർ മുഴുവൻ ഇവന് ഇതുപോലെ തല്ലുവെന്ന്. വലിയ മുതലാളി ഓൾറെഡി തന്നെ ലക്ഷ്മിയുടെ കാര്യത്തിൽ ഫ്രസ്ട്രേഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ഇതും കൂടെ അറിയുന്നത്. അങ്ങനെ അവനാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യും.
അന്ന് രാത്രി പത്മയാണെങ്കിൽ മല്ലിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനുമാണ് മല്ലിക്ക് ലക്ഷ്മിയുടെ കോള് വരുന്നതും അവനാണെങ്കിൽ ലക്ഷ്മിനെ കാണാൻ പോകുന്നതും. ഈ സമയത്ത് വലിയ മുതലാളിയുടെ അടിയാൾ പത്മയോട് വന്നിട്ട് ചോദിക്കുമ്പോൾ ഒരു 10 ചാക്കിലും സ്കൂളിൻ്റെ അകത്ത് കയറ്റി വെച്ചോട്ടെ, ഇല്ലെങ്കിൽ മഴ നനഞ്ഞുള്ളതെല്ലാം പോകുമെന്ന്. പത്മയാണെങ്കിൽ ഇതിനൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു. പക്ഷേ പുള്ളിയാണെങ്കിൽ വീണ്ടും കെഞ്ചിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഏറ്റവും അവസാനം പത്മ സമ്മതിക്കും. അന്നേരമാണ് അവൻ പറയുന്നത് വലിയ മുതലാളിയാണെങ്കിൽ സ്കൂളിൽ തന്നെയുണ്ട്, താക്കോലാണെങ്കിൽ നേരിട്ട് കൊടുക്കുമായിരുന്നെങ്കിൽ പുള്ളിക്ക് ഒരു സന്തോഷമാകുന്നു. പത്മയ്ക്ക് ആദ്യം താല്പര്യമില്ലായിരുന്നെങ്കിൽ പോലും തൽക്കാലം ഇവനെ ഒഴിവാക്കാൻ വേണ്ടി അവളാണെങ്കിൽ സൈക്കിളോട് സ്കൂളിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും പൂട്ടൊക്കെ തല്ലി പൊടിച്ചിട്ടുണ്ടായിരുന്നു. അവൾ നോക്കുമ്പോഴത്തേക്കിനും മുതലാളി അകത്തിരിക്കുന്നത്, അതുപോലെ തന്നെ മുഴുവൻ ചാക്കുകളും അകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് ദേഷ്യം വന്ന പത്മയാണെങ്കിൽ അവനോട് ചെന്ന് ഉടക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഉടനെ തന്നെ മുഴുവൻ ചാക്കുകളും വെളിയിലേക്ക് ഇറക്കാൻ വേണ്ടി പറയുമ്പോഴത്തേക്കിനുമാണ് ഓൾറെഡി കുടിച്ചിട്ടുണ്ടായിരുന്ന വലിയ മുതലാളിയാണെങ്കിൽ പത്മയുടെ സാരിയെല്ലാം വലിച്ചു കീറിയിട്ട് അവളെ അവിടെ വെച്ച് നശിപ്പിക്കുന്നതും അവളുടെ ഡ്രസ്സെല്ലാം കത്തിച്ചിട്ട് പോകുന്നതും. അങ്ങനെ അന്തരാത്രി കാർത്തികാണെങ്കിൽ പത്മയുടെ പടമാണെങ്കിൽ അവിടെ ഉള്ളവന്മാർ മോശമായിട്ട് വരച്ചേക്കുന്ന കണ്ടിട്ട് അതിനെ ഒന്ന് സാരിയൊക്കെ വരച്ചിട്ട് സന്തോഷത്തോടുകൂടി അവിടെ ഇരിക്കുമ്പോഴത്തേക്കിനുമാണ് അകത്തൊന്ന് പത്മ ഡ്രസ്സൊന്നും ഇല്ലാതെ നിൽക്കുന്നത് കാണുന്നത്. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ ഓടിച്ചെന്ന് പത്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് ഓർത്ത് അവൻ്റെ ബനിയനെല്ലാം ഊരി കൊടുത്തിട്ട് അവളെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കും. അവളാണെങ്കിൽ വിഷമത്തോടുകൂടി അകത്ത് പോയിരിക്കും. അന്നേരമാണ് മല്ലിയാണെങ്കിൽ തിരിച്ചു വരുന്നതും തൻ്റെ പെങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെന്ന് കണ്ട് ഉടനെ തന്നെ മുതലാളിനെ തല്ലാൻ വേണ്ടി അങ്ങോട്ട് ഓടുന്നത്. എന്നാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും മുതലാളിയും ഗുണ്ടകളും കൂടെ ചേർന്ന് അവനെ അടിച്ചിട്ട് ശേഷം അവൻ്റെ മുടിയെല്ലാം മുട്ടയടിപ്പിച്ച് തിരിച്ചു വിടും. പിറ്റേ ദിവസം നാട്ടിലുള്ള ആളുകളല്ലേ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുകളെല്ലാം പത്മയെപ്പറ്റി മോശം സംസാരിക്കുന്ന കേട്ട പത്മയാണെങ്കിൽ അവൾ എന്തിന് വിഷമത്തോടെ ഇരിക്കണമെന്ന് പറഞ്ഞ് നേരെ എന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എന്നും വലിയ മുതലാളിക്ക് പരാതി കൊടുക്കും. എന്നാൽ ആ പോലീസ് സ്റ്റേഷനിലുള്ളവരെല്ലാം വലിയ മുതലാളിയുടെ ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് വെളിയിലേക്ക് ഇറക്കി വിടും. എന്നാൽ പത്മയാണെങ്കിൽ പിന്നീട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ സ്കൂളിലേക്ക് ചെന്ന ശേഷം അതിൻ്റെ തിരിയാൻ ചാക്കുകളെല്ലാം വെളിയിലേക്ക് എടുത്തിട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു വിടും. പിന്നീട് അവളാണെങ്കിൽ സന്തോഷത്തോടുകൂടി തന്നെ കുട്ടികളെ വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങും. ഇതൊക്കെയാണെങ്കിൽ ആ മുതലാളിക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അവനാണെങ്കിൽ നേരെ സലൂണിലേക്ക് ചെന്ന ശേഷം പത്മയുടെ അച്ഛനെ ശരിക്കും അവമാനിച്ച് വിടും. എന്നാൽ പത്മയ്ക്കാണെങ്കിൽ ഇവിടം കൊണ്ടൊന്നും തോക്കാൻ മനസ്സിലായിരുന്നു. അവളാണെങ്കിൽ നേരെ മുതലാളിയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അവനാണെങ്കിൽ തന്നോട് മോശമായിട്ട് പെരുമാറി എന്നുള്ള ബോർഡ് പിടിച്ച് അവിടെ തന്നെ കുത്തിയിരുന്ന് സമരം ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ അവരാണെങ്കിൽ അവിടെ പന്തൽ കെട്ടിയിട്ട് അവൻ്റെ ബാൻഡിലുള്ളവരെല്ലാം വന്ന് അവിടെ നിന്ന് പാട്ട് പാടുകയും അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്യും. പിന്നീടാണ് തൊട്ടുപുറകെ നാട്ടുകാരും അങ്ങോട്ട് കൂടുന്നതും ഈ വലിയ മുതലാളി ഇതിനു മുമ്പ് മോശമായിട്ട് പെരുമാറിയിട്ടുള്ള സ്ത്രീകളെല്ലാം വന്ന് കൂടുന്നതും. അങ്ങനെ വലിയ മുതലാളിയുടെ ഭാര്യയ്ക്ക് പിടികിട്ടി തുടങ്ങും ഇവൻ്റെ സ്വഭാവം വളരെ മോശമാണ്. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഇതൊക്കെ ന്യൂസ് പേപ്പർ വന്നു തുടങ്ങും. അങ്ങനെ മുതലാളിക്ക് ആ നാട്ടിലുള്ള മുഴുവൻ വിലയും പോകും. അവൻ്റെ ഭാര്യയാണെങ്കിൽ മകനെയും കൂട്ടിക്കൊണ്ട് ഇവനെ ഇട്ടിട്ടങ്ങ് പോകും. അങ്ങനെ തൽക്കാലത്ത് സോൾവ് ചെയ്യാൻ വേണ്ടി അവനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അവളുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി നോക്കും. പോലീസുകാർ ഇവന് സപ്പോർട്ട് ചെയ്യും. എന്നാൽ പത്മയാണെങ്കിൽ ഇതിനൊരു സമ്മതിയില്ല. പത്മ പറയും ഈ നാട്ടിലാണെങ്കിൽ എത്രയോ സ്ത്രീകൾക്ക് ഇതുപോലെ മോശം അനുഭവം ഉണ്ടാകുന്നത്, അതൊക്കെ വെറുതെ ഇങ്ങനെ കോംപ്രമൈസ് ചെയ്ത് വിടാൻ വേണ്ടി പറ്റുമോ, ഒരു മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണോ, ഇവൻ യഥാർത്ഥ ശിക്ഷ കിട്ടുന്നിടം വരെ അവൾ പോരാടുമെന്ന് പറയും. ഇത് കേട്ട് ദേഷ്യം വന്ന വലിയ മുതലാളിയാണെങ്കിൽ അവളെ പറ്റി വീണ്ടും മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കുമാണ് അവൾ ആ പോലീസ് സ്റ്റേഷനാണെന്ന് പോലും നോക്കാതെ അവനെ അവിടെ ഇട്ട് ചവിട്ടുന്നത്. അതൊക്കെ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കിനുമാണ് കാർത്തികിന് തന്നോടുള്ള ഇഷ്ടം അവൾ മനസ്സിലാക്കുന്നതും അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഇനി ഒരുമിച്ച് ജീവിക്കാനൊക്കെ ഒരു പ്ലാൻ ഇടുന്നതും. പോലീസ് സ്റ്റേഷൻ സംഭവം കാരണം വലിയ മുതലാളിയാണെങ്കിൽ പകയിലും അപമാനത്തിലിരിക്കുമായിരുന്നു. അവൻ്റെ അനിയൻ വന്നിട്ട് പറയും ഇപ്പം തന്നെ അവരെല്ലാം കൊന്നേക്കാണ്. പക്ഷേ ഇവൻ പറയും തൽക്കാലം അവന്മാരുടെ പെങ്ങളുടെ കല്യാണം നടത്തട്ടെ, അത് കഴിഞ്ഞിട്ട് മതിയെന്നെന്തും. പിന്നീട് ലക്ഷ്മിയാണെങ്കിൽ വന്നിട്ട് മല്ലിയോട് ഇനി ഒരിക്കലും കാണാൻ പറ്റത്തില്ലെന്നും അവരുടെ കല്യാണം ഉറപ്പിച്ചെന്നും ഒക്കെയുള്ള കാര്യം പറയും. പിന്നീട് മല്ലിയാണെങ്കിൽ ലക്ഷ്മിയുടെ കല്യാണത്തിന് വേണ്ടി ബാൻഡ് വായിക്കാൻ വേണ്ടി പോകും. അവനാണെങ്കിൽ സങ്കടത്തോടുകൂടി അവളുടെ കല്യാണമൊക്കെ നോക്കിയിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കിനുമാണ് പെട്ടെന്ന് അവൻ്റെ അമ്മ വന്നിട്ട് പറയുന്നത് പത്മേനെയാണെങ്കിൽ കാണുന്നില്ലെന്ന്. ഇവരാണെങ്കിൽ ആ നാട്ടിൽ മുഴുവൻ തപ്പിക്കൊണ്ടിരിക്കും. പിറ്റേ ദിവസമാണ് പത്മയുടെ ശവമാണെങ്കിൽ ഒരു കുളത്തിൽ നിന്ന് കിട്ടുന്നത്. അന്നേരമാണ് നമ്മളെ തലേദിവസം നടന്ന സംഭവം കാണിക്കുന്നത്. പത്മയാണെങ്കിൽ സൈക്കിൾ ഔട്ടി പോകുമ്പോഴത്തേക്കിനുമാണ് ആരും അവളെ തലക്കടിച്ച് വീഴ്ത്തുന്നത്. അതാണെങ്കിൽ ആ വലിയ മുതലാളിയായിരുന്നു. അവനാണെങ്കിൽ അവൻ്റെ ഈഗോ കാരണം അവളെ വന്നിട്ട് വീണ്ടും മാനഭംഗം ചെയ്യുകയും അതിനുശേഷം അവളുടെ വായിലേക്ക് പൈപ്പ് തിരികെ കയറ്റിയിട്ട് അതിൽ കൂടെ വെള്ളം അടിപ്പിച്ച് അവളെ ക്രൂരമായിട്ട് കൊല്ലുകയും ചെയ്യും. പിന്നീട് അവളെ കൊളുത്തിക്കൊണ്ടിടുന്നതിന് മുന്നായിട്ട് അവൻ പറയും ഈ നാട്ടിൽ ഇനി പത്മാന പേരുള്ള ഒരു പെൺകുട്ടി പോലും ജനിക്കാൻ പാടില്ലെന്ന്. അങ്ങനെ തൻ്റെ പെങ്ങടി അവസ്ഥ കണ്ട മല്ലിയാണെങ്കിൽ അവിടെ വന്നിട്ട് തല തല്ലി കരഞ്ഞോണ്ടിരിക്കും. പിന്നീട് അവളെ അടക്കമൊക്കെ ചെയ്ത ശേഷം അവൻ്റെ നാട്ടുകാരും കൂടി ഇന്ന് തന്നെ വലിയ മുതലാളിയെ കൊല്ലണമെന്ന് പറഞ്ഞാൽ നേരെ അവൻ്റെ വീട്ടിലേക്കില്ല. അവിടെ ചെന്നിട്ട് നാട്ടുകാരും മല്ലിയൊക്കെ ചേർന്നിട്ട് ചെറിയ മുതലാളിനെയും വലിയ മുതലാളിനെല്ലാം അടിച്ചിടും. അതിനുശേഷമാണ് അവരെല്ലാം കൂടെ കൊല്ലാൻ തുടങ്ങുമ്പോൾ മല്ലിയാണെങ്കിൽ കയറി തടയുന്നത്. എന്നിട്ട് പറയും കൊന്നു കഴിഞ്ഞാൽ അവന് ശിക്ഷയാണെങ്കിൽ അത് കുറഞ്ഞു പോകും, അവൻ പെട്ടെന്ന് രക്ഷപ്പെട്ടു പോവില്ലേ ചെയ്യുന്നത്, അതിനേക്കാളും വലിയൊരു ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ് അവൻ്റെ തുണിയെല്ലാം അഴിച്ചിട്ട് കയറി കെട്ടി നാട് നീളം നടത്തിക്കൊണ്ടിരിക്കും. ഇതെല്ലാമാണെങ്കിൽ ആ വലിയ മുതലാളിയുടെ ഭാര്യ മകനും കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവൻ്റെ മുടിയൊക്കെ മുട്ടയടിച്ച ശേഷം ആ സിറ്റിയുടെ നടുക്ക് തന്നെയുള്ള ഒരു കൂട്ടി കൊണ്ടുപോയിടും. അങ്ങനെ മതി 2 വർഷം കടന്നു പോകും. അന്നേരമാണ് ലക്ഷ്മിയാണെങ്കിൽ ഒരു കുട്ടിയൊക്കെ ആയിട്ട് വലിയ മുതലാളിനെ കാണാൻ വേണ്ടി വരുന്നത്. അത് കാണുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ വലിയ തെറ്റ് പറ്റിപ്പോയെന്നൊക്കെ പറഞ്ഞ് കരയും. പിന്നീട് കുഞ്ഞിൻ്റെ പേര് ചോദിക്കുമ്പോഴത്തേക്കാണ് ലക്ഷ്മി പറയുന്നത് പത്മാന്നാന്ന്. അത് കേൾക്കുന്ന വലിയ മുതലാളി ഇങ്ങനെ ഞെട്ടി നിൽക്കും. കാരണം അവനായിരുന്നു പറഞ്ഞത് ഈ നാട്ടിൽ പത്മാന്ന് പേരുള്ള ഒരു കുട്ടി പോലും ഇനി ജനിക്കാൻ പാടില്ലെന്ന്. അതോടുകൂടി ഈ സിനിമ അവിടെ അവസാനിക്കും.